ഗാസയിലെ ദുരിതത്തിന് അറുതിയാവുന്നോ? ഗാസയിൽ വെടിനിർത്തലിനായി കൊണ്ടുവന്ന പുതിയ കരാർ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു മാറ്റവും ആവശ്യപ്പെടാതെ കരാർ ഹമാസ് അംഗീകരിച്ചെന്നും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചതായി AFPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടന്നത്. കഴിഞ്ഞ 22 മാസത്തിലേറെയായി ഗസയിൽ സംഘർഷം തുടരുന്നു. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് കരാറിൻ്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളിലായി ബന്ദികളെ മോചിപ്പിക്കുമെന്നും AFPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തലിനും തുടർന്ന് ഹമാസ് തടവിലാക്കിയ 10 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഈജിപ്ത് ഖത്തർ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി ദി നാഷണലും റിപ്പോർട്ട് ചെയ്തു. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹമാസ് കീഴടങ്ങില്ല, പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കും. രാജ്യാന്തര മേൽനോട്ടത്തിൽ ഈ ആയുധങ്ങൾ സൂക്ഷിക്കും. ഒപ്പം UN മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ ചർച്ചകൾക്കായി എത്തിയിരുന്നു. അതിനിടെ ഗാസയിൽ നിർണായക നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകൾ വന്നു. തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുനരധിവസിപ്പിക്കുന്നവർക്ക് തെക്കൻ ഗസയിൽ താൽക്കാലിക ടെന്റുകൾ അനുവദിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച ഗസ കീഴടങ്ങൽ പദ്ധതിയുടെ മുന്നൊരുക്കമാണിതെന്നാണ് വിലയിരുത്തൽ. ഗസ സിറ്റിയിൽ നിന്നുൾപ്പെടെ പലസ്തീനികളെ തെക്കൻ ഗാസയിലേക്ക് നിർബന്ധിതമായി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ ഒരുക്കം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഇങ്ങനെ മാറ്റി താമസിപ്പിക്കുന്ന പലസ്തീനികൾക്ക് താൽക്കാലിക ടെന്റുകളും മറ്റും വിതരണം ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. തെക്കൻ ഗാസയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും പിന്നീട് ഗാസയ്ക്ക് പുറത്തേക്കും പലസ്തീനികളെ പുറന്തള്ളുന്ന സൈനിക പദ്ധതിയാണിതെന്നാണ് വിമർശനം. ഇസ്രായേലിൻ്റെ വംശഹത്യാ പദ്ധതിയെ പ്രതിരോധിക്കുമെന്നാണ് ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഗാസ സിറ്റിയിൽ നിന്ന് സൈനിക നടപടിയിലൂടെ പലസ്തീനികളെ പുറന്തള്ളാനുള്ള ഇസ്രായേലിൻ്റെ വംശഹത്യാ പദ്ധതിക്കെതിരെ ലോക സമൂഹം രംഗത്ത് വരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഒപ്പം ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ ഇസ്രായേൽ കനത്ത ദുരിതം വിതയ്ക്കുകയാണ്. ആക്രമണവും പട്ടിണിയും ജനങ്ങളുടെ ജീവനെടുക്കുന്നു.